തിരുവനന്തപുരത്ത് ഗർഭിണിയുടെ മുഖത്തടിച്ച സംഭവത്തിൽ SHO പ്രതാപചന്ദ്രന് സസ്പെൻഷൻ. ദക്ഷിണ മേഖല IG ആണ് സസ്പെൻഡ് ചെയ്തത്. പ്രതാപചന്ദ്രനെതിരെ അടിയന്തര നടപടിക്ക് മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ADGP H വെങ്കടേഷനാണ് അന്വേഷണ ചുമതല. നിലവിൽ അരൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് പ്രതാപചന്ദ്രൻ. ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. ആ ദൃശ്യങ്ങൾ നമ്മളെയൊക്കെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. ഗർഭിണിയായ ഒരു യുവതിയെ മുഖത്തടിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് താനും. മാത്രമല്ല, അവർക്കിപ്പോൾ നീതി ലഭിച്ചിരിക്കുന്നത് 1 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ്. നീതി ലഭിച്ചു എന്ന് പറയാറുമായിട്ടില്ല, അല്ലേ ഡാനി? ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ്. കാരണം നീതി ലഭിച്ചു എന്ന് പൂർണ്ണമായും തന്നെ പറയുന്ന സാഹചര്യത്തിലേക്ക് ആയിട്ടില്ല. കാരണം ഒരു അടിയന്തര നടപടി എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ വന്നതിന്റെ സാഹചര്യത്തിൽ, ഈ ദൃശ്യങ്ങൾ വന്നതിന്റെ സാഹചര്യത്തിലുള്ള ഒരു നടപടി എന്ന രീതിയിലാണ്. പക്ഷെ ഇനിയിപ്പോൾ അന്വേഷിച്ച് നടപടി എടുക്കണം എന്നതാണ് ഇനി വരുന്നത്. പക്ഷെ അവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ദൃശ്യങ്ങൾ വിട്ടുകിട്ടാനുള്ള നിയമ പോരാട്ടത്തിലായിരുന്നു. അതിനിടയിൽ അവരെ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയ സാഹചര്യം കൂടി നിലവിലുണ്ട്. പക്ഷെ അപ്പോഴൊന്നും കർശന നടപടികളിലേക്കൊന്നും പോയിരുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ഇവർക്ക് അല്പമെങ്കിലും ഈ അധികൃതരുടെ ഭാഗത്തു നിന്ന് കുറെയെങ്കിലും ഇവർ പറയുന്ന കാര്യങ്ങളിലെ ഒരു നീതി ലഭിക്കുന്നത്, കുറച്ചെങ്കിലും നീതി ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പ്രതാപചന്ദ്രന്, ഈ CA ആയിരുന്ന പ്രതാപചന്ദ്രന് ഒരു നടപടി എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്കിലും കൂടുതൽ അന്വേഷണത്തിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. നിലവിൽ അരൂർ SHO ആണ് പ്രതാപചന്ദ്രൻ. മുഖ്യമന്ത്രി DGPക്ക് നൽകിയ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഈ SHOയെ KG പ്രതാപനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. അതിൽ മറ്റ് അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ, ഇതിലിപ്പോൾ സാഹചര്യങ്ങൾ അന്വേഷിക്കുക എന്നത് മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. പക്ഷേ ഈ CAയുടെ നടപടി അത് ഉണ്ടായോ, നിങ്ങൾ അവരെ ഉപദ്രവിച്ചോ എന്ന ചോദ്യത്തിനൊന്നും തന്നെ പ്രസക്തി ഇല്ല എന്നതാണ്. കാരണം ആ CCTV ദൃശ്യങ്ങൾ വളരെ കൃത്യമാണ്. നോർത്തിൽ, എറണാകുളം നോർത്ത് ഭാഗത്ത് ബെൻ ടൂറിസ്റ്റ് ഹോം നടത്തുന്ന ബെഞ്ചോയും അതോടെ ബെഞ്ചോ ബേബിയും ഭാര്യ ഷൈമോളുമാണ് ഈ പ്രതാപചന്ദ്രന്റെ ഇത്തരം ഈ ഒരു അതിക്രമത്തിന് ഇരയാകുന്നത്. ഷൈമോളുടെ അവരുടെ കയ്യിൽ ഒരു കുട്ടികൾ ഉണ്ടായിരുന്നു. ഒപ്പം മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ അവരെ വാർഡത്തിൽ പിടിച്ച് തള്ളുകയായിരുന്നു. പിന്നീട് അവിടെ ബഹളമുണ്ടാകുമ്പോൾ അവരെ കരണത്തടിക്കുന്ന ദൃശ്യങ്ങളുമാണ് പുറത്തു വരുന്നത്. നമ്മൾ ഒരിക്കലും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ എവിടെയും തന്നെ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ഈ അതിക്രമം നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അപ്പോഴാണ് നീതി നിർവഹണം നടത്തേണ്ട ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറാണ്, അദ്ദേഹം തന്നെയാണ് ഈ ഒരു നടപടി പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്. അത് മാത്രവുമല്ല, ഇന്നലെ ഷൈമോളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് CA ഇത് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന വനിതാ പോലീസുകാരുണ്ട്, അവർ കൂടി തന്റെ മുടിക്ക് പിടിച്ച് വലിക്കുകയായിരുന്നു, പിറകിലേക്ക് ബലമായിട്ട് മതനോട് ചേർത്ത് നിർത്തുന്നു, അവരും തന്നെ ഉപദ്രവിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ തൊട്ട് എറണാകുളം നോർത്ത് സ്റ്റേഷനോട് ചേർന്നുള്ളത് തന്നെയാണ് വനിതാ പോലീസ് സ്റ്റേഷൻ. അവിടെ നിന്ന് എത്തിയ വനിതാ ഉദ്യോഗസ്ഥരാണ് ഈ രീതിയിലേക്ക് അതിക്രമങ്ങളിലേക്കെല്ലാം തന്നെ പോവുകയും ചെയ്യുന്നത്. ഇതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന ഈ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ അതിന്റെ ഒരു പകർപ്പ് തരാതിരിക്കാൻ വേണ്ടി വളരെയധികം ഇവർ ഒരു തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് പോവുകയും ഒടുവിൽ അത് കോടതി മുഖേനയാണ് ഇവർക്ക് ഈ ദൃശ്യങ്ങൾ ലഭിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. നമ്മൾ തൃശ്ശൂരിൽ കണ്ട ആ ഒരു സമാനമായ നടപടികൾ തന്നെയാണ് ഇവിടെയും ഉണ്ടാവുന്നത്. ഏതായാലും കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയവുമായി ഡാനി, നമ്മൾ ഈ ദൃശ്യങ്ങളെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ പ്രേക്ഷകരിലേക്ക് ഈ ദൃശ്യങ്ങൾ എത്തുമ്പോൾ അവർക്ക് വ്യക്തമായി കാണും. ഡാനി പറഞ്ഞത് തന്നെയാണ്, ഇതിന് പിന്നാമ്പുറത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിന് അപ്പുറത്തേക്ക് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് പോലീസ് സ്റ്റേഷനിലെത്തിയ ഷൈമോൾക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത് കൃത്യമായി അതിൽ കാണാം. ഷൈമോൾ അവിടെ കരഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ഭർത്താവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിൽ പ്രതിഷേധിച്ചാണ് 2 കുഞ്ഞുങ്ങളുമായി അങ്ങോട്ടേക്ക് എത്തിയത്. അവിടെ കരഞ്ഞ് ബഹളം വെക്കുന്ന ആളുടെ അടുത്തേക്ക് പ്രതാപചന്ദ്രൻ എത്തുന്നു. അതിനുശേഷം എന്തോ ആക്രോശിക്കുന്നുണ്ട്. ഷൈമോളെ നെഞ്ചത്ത് പിടിച്ച് തള്ളുന്നത് നമുക്ക് കാണാം. അതിനുശേഷമാണ് ഷൈമോൾ ഇയാളുടെ അടുത്തേക്ക് വരുന്നതും തുടർന്നുണ്ട് ആ ചെകിടത്ത് അടിക്കുന്നതും. ഇതെല്ലാം ആ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാമെന്നുള്ളതാണ്. എന്തിനാണ് ഇവരുടെ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്നടക്കമുള്ള സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ടാകാം. അതുകൂടി ഒന്ന് വിശദീകരിക്കാം. അശ്വതി, ഈ കാര്യത്തിൽ ഇന്നലെ സംസാരിക്കുമ്പോൾ ഇന്നലെ ബെഞ്ചോ പറയുന്നത് എറണാകുളം നോർത്ത് ഭാഗത്ത്, അതായത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴറിയാം, ഏതാണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു 200 മീറ്റർ അകലെ മാത്രമാണ് ഇത് ഒരു ടൂറിസ്റ്റ് ഹോം നടത്തുന്നത്.
പലപ്പോഴും ഇതിന്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇവരൊരു ഓഫീസെല്ലാം വരുന്നത് പോലീസ് സ്റ്റേഷൻ വരുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ തന്നെയാണ്. ആ ദിവസങ്ങളിൽ അവിടെ പോലീസ് നടപടി, പോലീസ് രണ്ടുപേരെ തടഞ്ഞു നിർത്തുന്നതും അവരോട് അപമര്യാദയായി പെരുമാറുന്നത്, അവരെ ഒരു ചോദ്യം ചെയ്യുന്നത്, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായിരുന്നു, ബെഞ്ചോയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായിരുന്നു. ബെഞ്ചോ ആ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. മൊബൈൽ ഫോണിൽ പകർത്തുമ്പോൾ അത് ഇവർ കാണുകയും പിന്നീട് ഇവർ ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഇയാളുടെ പേരിലേക്ക് മറ്റ് ചില കേസുകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് വിളിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങൾ എന്തിനെടുത്തു എന്നത് സംബന്ധിയായ കാര്യങ്ങളാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചപ്പോൾ ഭർത്താവിനെ അകാരണമായി കസ്റ്റഡിയിൽ എടുക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ഈ ദൃശ്യങ്ങൾ അദ്ദേഹം അത് ചെയ്യുമ്പോൾ തന്നെയും പോലീസിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞ കാര്യം മറ്റവർക്ക് അറിയാമായിരുന്നു. പിന്നീടാണ് അത് പോലീസ് അദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത്. ഇതിനിടെയാണ് എന്താണ് എന്ന് അന്വേഷിക്കാനായിട്ട് ഷൈമോൾ അവിടേക്ക് ചെല്ലുന്നത്. ഈ ഷൈമോളുടെ മുന്നിൽ വെച്ച് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും. പോലീസുകാർ ആ ദൃശ്യങ്ങൾ കാണും. ഒരു 3-4 മഫ്റ്റിയിലുള്ള പോലീസുകാരെ സ്റ്റേഷനകത്ത് വെച്ച് ഇദ്ദേഹത്തോട് കയർക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നു. അവരെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നതാണ് ഷൈമോൾ പറയുന്നത്. അത് കണ്ടുകൊണ്ടാണ് താൻ അത് എന്തിനാണ് എന്ന് പറഞ്ഞ് എന്റെ ഭർത്താവിനെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നു, മർദ്ദിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോഴാണ് പിന്നീടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണമാണ് അശ്വതി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ തന്നെ ഈ പ്രതാപേന്ദ്രൻ ചില കാര്യങ്ങൾ പറയുന്നത്, ഇദ്ദേഹം ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിപ്പിച്ചതെന്ന് അടക്കമുള്ള വിശദീകരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു കേസിലെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പല കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങളുണ്ട് എന്നതെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇനിയുള്ള ഒരു ന്യായീകരണ കാര്യങ്ങളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. അതെന്തായാലും പോലീസ് സ്റ്റേഷനകത്ത് സംഭവിച്ച കാര്യങ്ങൾ കൂടിയാണ് പിന്നീട് അത് വ്യക്തമാകുന്നത്. പോലീസ് മാതൃകാ സ്റ്റേഷൻ എന്നതെല്ലാം തന്നെ പറഞ്ഞ് അവകാശപ്പെടുമ്പോൾ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു എന്ന് മാത്രം പറയുമ്പോഴാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കൂടി കാണുന്നത്. പോലീസ് ഒരു വൈരാഗ്യ ബുദ്ധിയോടെ അവിടെ പ്രവർത്തിച്ചു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതും ഇവരുടെ ഈ ബെഞ്ചോയുടെ എല്ലാം വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. പോലീസിന്റെ ചില നടപടികളെ താനത് കണ്ടു, അത് ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടു, അത് തന്റെ മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന സംശയമാണ് ഈ രീതിയിലുള്ള ഒരു അതിക്രമത്തിലേക്ക് വന്നതെന്നാണ് ഈ കുടുംബത്തിന്റെ വിശദീകരണം വരുന്നത്. എന്തായാലും നോർത്ത് പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചുകൂടിയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി നിരവധിയായ പരാതികൾ ഈ പോലീസ് സ്റ്റേഷൻ സംബന്ധിച്ച് പലപ്പോഴും തന്നെ വരാറുണ്ട്. അത് അവിടേക്ക് പറയുന്നൊരു കാരണം, ഈ പോലീസ് സ്റ്റേഷനിലേക്കാണ് പലപ്പോഴും ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയ ആളുകളെ കൂട്ടത്തോടെയും അല്ലാതെയും എല്ലാം തന്നെ എത്തിപ്പെടുന്നത് ഈ സ്റ്റേഷനാണെന്നാണ് പോലീസിനകത്ത് തന്നെയുള്ള ഒരു അടക്കം പറച്ചിലുണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെ നിന്നും പലപ്പോഴും ഈ രീതിയിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾക്ക് മുന്നിലേക്ക് വരുന്ന ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ചില കേസുകളിൽ പരാതിക്കാരായിട്ട് ഒത്തുതീർപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ കൂടിയാണിത്. അവിടെ നിന്നാണ് അതിന്റെ ഒരു സീനിയർ ഓഫീസർ, അദ്ദേഹത്തിന്റെ ചുമതലയിലാണ് ഈ പോലീസ് സ്റ്റേഷൻ എന്നതുകൂടി ഓർക്കുക. അദ്ദേഹത്തിൽ നിന്ന് സ്ത്രീകൾക്ക് നേരെ ഈ രീതിയിലുള്ള അത് തന്നെയാണ് ഡാനി. പ്രതാപചന്ദ്രൻ ഇപ്പൊ ഡാനി പറഞ്ഞതുപോലെ ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ, പോലീസുകാർക്കിടയിൽ അയാൾ അറിയപ്പെടുന്ന മിന്നൽ പ്രതാപൻ എന്നൊക്കെയാണ് എന്ന് പറയുന്നു. മിന്നലായാലും ഇടിവെട്ടായാലും ഈ കാണിച്ചിരിക്കുന്നത് തോന്നിവാസമാണ് എന്നുള്ളത് കൃത്യമായ ദൃശ്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ ദൃശ്യം കൊടുക്കാതിരിക്കാൻ പരമാവധി അധികാരം ഉപയോഗിച്ച് ശ്രമിച്ചു കാണുമല്ലോ. എത്രയോ നിയമ പോരാട്ടത്തിനൊടുവിലായിരിക്കും ആ ദമ്പതികൾക്ക് ഈ ദൃശ്യങ്ങൾ കിട്ടുക. അഥവാ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ കേസിന് ഏത് രീതിയിൽ വളച്ചൊടിച്ചേനെ? തീർച്ചയായും. കാരണം ഈ ദൃശ്യങ്ങൾ, ഇത്തരം ഒരു ക്യാമറ പ്രൊസീഡിങ്സ് ഉണ്ടായിട്ട് പോലും അവർക്ക് ഇതെല്ലാം അറിഞ്ഞിട്ട് പോലും ഇത് ചെയ്യുന്നു എന്നതുകൂടി നമ്മളത് കണക്കിലെടുക്കേണ്ടതുണ്ട്. കാരണം അവരിതൊന്നും ഭയപ്പെടുത്തുന്നില്ല എന്നതുകൂടിയുണ്ട്. ഈ കേസിൽ പോലീസ് ഇട്ടിരുന്ന ഒരു FIR ഉണ്ട്. ഈ ഷൈമോൾ അവരെ ആക്രമിച്ചു എന്ന രീതിയിലെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു FIR ഇട്ടത്. ഒപ്പം തന്റെ കയ്യിലുണ്ടായിരുന്ന ഇരട്ട കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികളെ അവരെ അപായപ്പെടുത്തും, കൊന്നുകളയുമെന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായിട്ട് FIR ഇട്ടിരുന്നു. നിലത്തെറിയാൻ ശ്രമിച്ചപ്പോഴാണ് വനിതാ പോലീസ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ FIR-ലുണ്ട്. ഒപ്പം സ്റ്റേഷനിലെ ഈ വാതിൽ പാളി ഷൈമോൾ തകർത്തും എന്നതെല്ലാം തന്നെ FIR-ൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബെഞ്ചോയ്ക്ക് 5 ദിവസം കഴിഞ്ഞാണ്
ജാമ്യം ലഭിച്ചത്. അതുകൊണ്ട് പോലീസ് ചെയ്യാവുന്നതെല്ലാം തന്നെ ആ ഘട്ടത്തിൽ ചെയ്തിരുന്നു. മാത്രവുമല്ല, നമ്മളെ കാണുന്ന ദൃശ്യങ്ങളിൽപ്പെട്ട ഈ CI പ്രതാപചന്ദ്രൻ ഈ ഷൈമോളുടെ ആക്രമണത്തിൽ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട ചികിത്സ തേടി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ FIR-ൽ വന്നിരിക്കുന്നത്. കാരണം പോലീസിന് ചെയ്യാവുന്നത്, അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികളും കാര്യങ്ങളും എല്ലാം തന്നെ അവർക്കറിയാം. ഒരു കേസ് വന്നാൽ നിൽക്കുന്നത് അതിന്റെ രേഖകളാണെന്നുള്ള വസ്തുതകളും അവർക്കറിയാം. അപ്പോൾ മാത്രവുമല്ല, ഈ ദൃശ്യങ്ങൾ ഉണ്ട്, എന്നെങ്കിലും അത് പുറത്ത് വന്നേക്കാം എന്ന കാര്യങ്ങളും കൂടി അറിയാവുന്നത് കൊണ്ട് തന്നെ അവരും എടുക്കാവുന്ന ഒരു മുൻകരുതൽ എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവരും ചെയ്തു വെച്ചു എന്നത് തന്നെയാണ്. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് ആണ് പിന്നീട് അവർ ഈ FCI ഇവിടെ നിന്ന് മാറുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഇതിൽ 5 ദിവസം കഴിഞ്ഞാണ് ബെഞ്ചോയ്ക്ക് ജാമ്യം കിട്ടിയത്. എറണാകുളം CJM കോടതിയാണ് ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഇവർ സ്വകാര്യ അന്യായം കോടതിയിൽ ഫയൽ ചെയ്യുകയും ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിലൊന്നും ഈ അപേക്ഷ അനുവദിച്ചില്ല. പിന്നീട് ഈ ഹൈക്കോടതി അടക്കം ഒരു ഇടപെടലുണ്ടായിരുന്നു. 4 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ലഭ്യമാക്കാനായിരുന്നു അവർ അനുമതി തേടിയത്. തുടർന്ന് ഈ മാസം 1-ാം തീയതിയാണ് ഈ അനുകൂലമായ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൃശ്യങ്ങളടക്കം വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത്. ശരി ഡാനി, എന്തായാലും അതിക്രൂരമായാണ് മർദ്ദിച്ചിരിക്കുന്നത്. 2 കൈക്കുഞ്ഞുങ്ങളുമായി സ്റ്റേഷനിലേക്ക് ഭർത്താവിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദ്യം ചെയ്യാനെത്തിയ ഗർഭിണിയായ ഒരു പെൺകുട്ടിയുടെ മുഖത്താണ് അടിച്ച് പരിക്കേൽപ്പിച്ചത്. അതുമാത്രമല്ല, ഇത് കേസ് തിരിക്കാനുള്ള ശ്രമം പരമാവധി ആ സ്റ്റേഷന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ്. അങ്ങോട്ട് മുഖത്തടിച്ചതിന് ശേഷം ഇങ്ങോട്ടടിച്ചതിൽ തനിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്ന് പറഞ്ഞ് കേസ് അട്ടിമറിക്കാനുള്ള, തിരിച്ച് ആക്കാനുള്ള ശ്രമമൊക്കെ നടന്നു. ഇപ്പോൾ ഒരു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സത്യം പറയുന്ന ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അടിയന്തര നടപടി എന്നോണം പ്രതാപചന്ദ്രന് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു. പക്ഷേ അവർക്കിപ്പോഴും നീതി കിട്ടിയിട്ടില്ല. ഇത്തരം പോലീസുകാർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്.